സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി എന്നൊക്കെയാണ് ഈ ഫ്രൂട്ടിൻ്റെ പേരിട്ട. ഇത് കൊണ്ടുവന്നപ്പോഴുള്ള കളറാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇത് ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കവറിലിട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് പുറത്തെടുത്തത്. അപ്പോൾ അതിനെന്ത് ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അരികുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അരിഞ്ഞ് കളഞ്ഞിട്ട് വട്ടം അരിഞ്ഞെടുക്കേണ്ട. ഇത്രയും ദിവസമായാലും ചീത്തായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനത് വട്ടരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല മൂത്ത കുരുണ്ട്. അതൊക്കെ ഞാൻ ഒന്ന് പുറത്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഒന്ന് നട്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ട് കേട്ടോ. ഇതിന് വേറെ എന്തെങ്കിലും പേര് അറിയണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ, കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് സ്റ്റാർ ഫ്രൂട്ട് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. പച്ചമുളക് മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. തീ കൂടുതലാണെങ്കിൽ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിത് ചെറിയ അടുപ്പിലാണ് വയ്ക്കണത്, അപ്പോൾ തീ കുറവാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഉലുവ പൊടിച്ചത്, കായപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് വയ്ക്കണം. തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കണത്. ഒന്ന് മൂടി വെക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ശർക്കര പൊടിച്ചതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. മധുരം നേരിയൊരു മധുരം ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. പഞ്ചസാര ശർക്കരയൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇങ്ങനെ തന്നെ മതി. ഞാനിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്ത് വന്നു കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് ആക്കാം. കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റാർ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് അച്ചാർ റെഡിയാക്കി നോക്കണം കേട്ടോ. അച്ചാർ തന്നെയില്ല, ഈ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് കറിയും റെഡിയാക്കാം കേട്ടോ. ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.